ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദം ബിരിയാണിയാണ്. നല്ല രുചികരമായ ദം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു. അങ്ങനെ നമ്മുടെ ദം ബിരിയാണിക്കുള്ള റൈസ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 2 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ പോവാണ് ദം ബിരിയാണി. ആദ്യമേ നല്ല നാടൻ പശുവിൻ്റെ നെയ്യാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ചേർക്കാൻ പോകണം തക്കോലം, ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട നമ്മൾ ചേർക്കണം. ഫ്ലേവർ നന്നായിട്ട് ആ നെയ്യിലോട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി 2 കിലോ റൈസാണ് എടുത്തേക്കുന്നത്. 3 ലിറ്റർ വെള്ളമാണ് അത്. നമുക്ക് നന്നാ ടൈറ്റിൽ മൂടി വയ്ക്കാം. വെള്ളത്തിൽ നമ്മൾ കുറച്ച് ഉപ്പ് കൊടുക്കണം. റൈസിൽ നല്ല ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് കുറച്ച് കടത്തി കൊടുക്കുന്നതായിരിക്കും. ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. റൈസ് കൂട്ടി ഒട്ടിപ്പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങ പിഴിയണം. നന്നായിട്ട് വിട്ടിരിക്കും. വെള്ളം ചൂടായി വന്നു. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ ഗേറ്റിന് ബസ്മതി എന്ന് പറഞ്ഞ റൈസാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. റൈസ് ഇടാൻ പയ്യെ ഇടണം, കൈ പൊള്ളരുത്. വെള്ളം നന്നായിട്ട് ചൂടായ ശേഷമാണ് റൈസ് ഇടാവുന്നത്. കുറച്ച് ഉപ്പും കൂടെ കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കണം, 2 കിലോ റൈസിന് 3 ലിറ്റർ വെള്ളം കൂടിക്കഴിഞ്ഞാൽ റൈസ് കുഴഞ്ഞു പോകും. നമ്മൾ വെള്ളം ഇതിൽ തന്നെ ഇട്ട് പറ്റിക്കണം. അങ്ങനെ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളം കൂടെ കൂടി ഇതിൻ്റെ ഉള്ളിലിരുന്ന് പറ്റണം. പയ്യെ ഇളക്കി കൊടുക്കാവുള്ളൂ. ഇതിലിളക്കിയ റൈസ് പൊടിയാൻ സാധ്യതയുണ്ട്. കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി. എല്ലാധികം പുറത്ത് കളയണ്ട, നമുക്ക് മൂടി കൊടുക്കാം. നമുക്ക് ഹീറ്റ് ചെയ്ത് കുറയ്ക്കാം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. റൈസ് മാറ്റി വയ്ക്കാം. അടുത്ത നമുക്ക് ചിക്കൻ റെഡിയാക്കാനുള്ള ഒരു ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കുവാണ്. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. സാധാ ജീരകമാണ് ഇടണം. വെള്ളമൊക്കെ തിളപ്പിക്കുന്ന അതേ സെയിം ജീരകം ഇട്ട ശേഷം നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി നല്ല ബിസ്ക്കറ്റ് പരുവാവും. നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ടു. നമ്മൾ വെളുത്തുള്ളി നല്ല ബ്രൗൺ കളർ വരും. നമുക്ക് സവാള ഇട്ടു. സവാള മൂക്കാൻ നല്ല ടൈം എടുക്കും. കുറച്ച് പെട്ടെന്ന് മൂക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടു നമുക്ക് കരിയാപ്പലയും കൂടി ചേർക്കും. നമുക്ക് സവാള അധികം വാട്ടണ്ട, ഒരു ഹാഫായിട്ട് വാട്ടി മതി. നല്ല മുളക് ചേർക്കാം. പച്ചമുളക് ചേർക്കാം. നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് മൂപ്പിക്കേണ്ടത്. അധികം ഇടണ്ട, കുറച്ചിട്ടാൽ മതി. നന്നായിട്ട് മൂത്ത് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഫ്ലെയിം കുറയ്ക്കുക. മല്ലിപ്പൊടി മൂത്ത് കഴിയുമ്പോൾ നല്ല മല്ലിയുടെ സ്മെല്ല് വരും. മുളക് പൊടി കുറച്ച് സാധാ മുളക് പൊടി കേട്ടോ, കാശ്മീരി ചില്ലി ഇല്ല. നമുക്ക് കാശ്മീരി ചില്ലി കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ഈസ്റ്റേൻ്റെ പൊടികളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കാശ്മീരി ചില്ലി നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. പൊടികളുടെ പച്ചപ്പെല്ലാം പോയി നല്ല കളർ വന്നു തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല
അത് ഇടണ്ട, കുറച്ചിട്ടാണ്. നമ്മൾ തന്നെ പൊടിപ്പിച്ചുകൊണ്ട് നല്ല സ്മെല്ലാണ്. നമുക്ക് ചിക്കൻ മസാല ഇട്ടു. തക്കാളിയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലകൾ ചേർത്തിടാം. തക്കാളി ഒന്ന് റൈസ് പെട്ടെന്ന് വേവിച്ചാണ്. നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. കുറച്ച് കരിവേപ്പില ചേർക്കുന്നത്, കുറച്ച് ഉപ്പോടെ ചേർക്കുന്നത്, അതിനുള്ള ഒന്നോടെ ഒന്ന് ഇളക്കി നമുക്ക് ചിക്കൻ മൂടി വയ്ക്കാം. ചിക്കൻ്റെ അകത്ത് കുറച്ച് നെയ്യും കൂടെ പൊടി ആഡ് ചെയ്യും. നെയ്യുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്യുക. ചിക്കൻ ഒരു 70% വെന്താൽ മതിയാവും. ബാക്കി ദമ്മടിക്കുമ്പോൾ വെന്തോളും. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ മൂടി വയ്ക്കാം. നല്ല കളറൊക്കെ ആയി. ചിക്കൻ ഒരു 70% വെന്തിട്ടുണ്ട്. നമുക്ക് വാങ്ങാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യിൽ തന്നെയാണ് മൂപ്പിക്കുന്നത്. അതിന് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുന്തിരിങ്ങ ഇടാം. കുറച്ച് മൂക്കാറാകുമ്പോൾ നമുക്ക് നമ്മുടെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മുന്തിരിങ്ങ ഇങ്ങനെ ബോൾ പോലെ എടുക്കാം. ഉള്ളി വറുത്തെടുക്കാം. നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആവണം. എണ്ണ ഇവിടെ ഇട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പോടെ ഇട്ട് കൊടുക്കുക. പെട്ടെന്നാവാൻ വേണ്ടിയാണ്. വളരെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അധികം കരിക്കരുത്. ദമ്മിടാൻ പോവാണ്. ആദ്യം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കും. ഫസ്റ്റ് ലെയർ നമ്മൾ ചിക്കനാണ് ഇട്ട് കൊടുക്കും. നന്നായിട്ട് വിടർത്തിയിടുക. നമുക്ക് റൈസ് ഇട്ട് കൊടുക്കും. തിക്കായിട്ടിടല്, കുറച്ച് ഗ്യാപ്പിട്ട് ഇടാവും. ആവി നന്നായിട്ട് കയറണം. റെഡിയായി. കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. റോസ് വൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എസൻസാണ്. റോസിൻ്റെ കുറച്ചിട്ട് കൊടുത്താൽ പൈനാപ്പിൾ എസൻസാണ് ചേർക്കുന്നത്. കുറച്ച് ചേർത്താൽ മതി. 2-3 ഉള്ളി വെച്ചാൽ മതി. ഗരം മസാല ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിയിലകൾ കൂടി ആഡ് ചെയ്യും. ഒരു ലെയർ ഉണ്ടാക്കി ഇനി നമുക്ക് അടുത്ത ലെയറിനുള്ള ഉണ്ടാക്കാനുള്ള റൈസ് ഇട്ട് കൊടുക്കാം. നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. അധികം വേണ്ട. ഇത് റോസ് വാട്ടറിൻ്റെ എസൻസാണ്. ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാം. വറുത്ത് വെച്ചാണ് പിന്നെ ഉള്ളി ചേർക്കാം. ഈ മല്ലിയില ചേർത്ത് നോക്കാം. കുറച്ച് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്യും. നമ്മൾ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുകയാണ്. കുറച്ച് ഒഴിക്കാം. അധികമൊന്നും വേണ്ട, കുറേശ്ശെ ഒഴിച്ചാൽ. നമ്മൾ ദമ്മെല്ലാം സെറ്റാക്കി ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ഫ്ലേവർ കിട്ടാൻ വേണ്ടി നല്ല വാഴയില വെച്ച് അടച്ച് എയർ ടൈറ്റായിട്ട് അടച്ച് നമ്മൾ ദം അടയ്ക്കാൻ പോകുന്നു. മൈദ വെച്ചാണ് അടയ്ക്കുന്നത്.
ജസ്റ്റ് ഒരു മൂമെൻറ്റ് മാത്രം കണ്ടാൽ പോരെ. നല്ല തിളച്ച വെള്ളം ഇതിൻ്റെ മേലിട്ട് വയ്ക്കണം. തിളച്ച വെള്ളം ഇല്ലെങ്കിൽ കരിക്കട്ട വെച്ചാലും മതി, സെറ്റാണ്. നമ്മൾ ഫുൾ ഫ്ലെയിമിലിടണം. ഒന്ന് ഫുൾ ഫ്ലെയിം ഇട്ടിട്ട് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുറച്ചിടണം. മാക്സിമം കുറയ്ക്കണം. ചെറിയ തീ ഇട്ടാൽ മതി. ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്കത് കഴിഞ്ഞിട്ട് ദം പൊട്ടിക്കാം. നമ്മുടെ ദം ബിരിയാണി പൊട്ടിക്കാൻ പോകണം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. സൂപ്പർ സ്മെല്ലാണ്, ഒരു രക്ഷയില്ല. അയ്യോ, നമുക്ക് എടുക്കാം, സെർവ് ചെയ്യാം. നമ്മുടെ ഫാമിലിയിലുള്ള ശല്യം കാരണം നമ്മൾ ഉണ്ടാക്കിയ ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണ്, എങ്ങും പോകാനും പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ എൻ്റർടൈൻമെൻ്റ് ഒക്കെ പിള്ളേർക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റൈസും എല്ലാം സൈഡിട്ടാക്കണം. റൈസും ചിക്കനാണ് കൂടി, ചിക്കൻ്റെ ഗ്രേവിയും കൂടെ കൂടി മിക്സ് ചെയ്യാം. അടിപൊളി, ടെസ്റ്റ് ചെയ്യാം. നമ്മളെ ക്രിസ്റ്റി മോഹൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അഭിപ്രായം നല്ല മണം വന്നുണ്ടല്ലോ. ഓ, ചെറിയ ചൂടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചൂടുണ്ട്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ദം ബിരിയാണി എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് കഴിക്കണേ. എന്തായാലും വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് സാധനം. ഹോട്ടലിൽ നിന്ന് സാധാരണ ബിരിയാണി ഒക്കെ കഴിക്കണേക്കാൾ വളരെ നല്ല കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാത്തിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്. അത് ചേട്ടാ പൊളിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം തിന്നാൻ എന്നെ തന്നെ വിളിക്കണേ. ഓക്കെ, താങ്ക് യു. സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ തക്കാളി, പച്ചമുളക്, സവാള, പിന്നെ നല്ല വിനാഗിരിയാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ ഉപ്പ്. സൂപ്പർ ടേസ്റ്റാണ്. ദം ബിരിയാണി ബാക്കി എല്ലാ ബിരിയാണിയും മാറിയിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. എല്ലാ ഫ്ലേവറും എല്ലാം അടിപൊളിയായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ